രണ്ട് കാര്യങ്ങളാണ്. ഇയാളുടെ അവസ്ഥ ദയനീയമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇയാൾ പറയുന്നത് 10-15 വർഷത്തോളം ഇയാൾ പ്രവാസിയായിരുന്നു. പ്രവാസി അതുകൊണ്ട് തന്നെ അന്നുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ഈ കെട്ടിടം നിർമ്മിച്ചത്. അങ്ങനെ നിർമ്മിച്ച കെട്ടിടം പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. മാത്രമല്ല ഇയാളുടെ മകന് ചെറിയ കാഴ്ച പരിമിതിയുള്ള ഒരു മകനുണ്ട്. ആ മകന്റെ ചികിത്സയ്ക്ക് പോലും തന്റെ പക്കൽ പൈസ ഇല്ലാത്ത അവസ്ഥയാണ് എന്നാണ് ഈ മജീദ് പറയുന്നത്. അതിന് മാത്രം പാർക്കിംഗ് അവിടെ എല്ലാം വന്ന് നോക്കി പാർക്കിംഗ് ഇല്ലാന്ന് പറയണ നിങ്ങൾ തന്നെ വന്നു വേറെ പഞ്ചായത്ത് PWന്റെ പേപ്പർ ഞാൻ എടുത്ത് കാണിച്ചു. റോഡിന്റെ സ്ഥലം ഞാൻ എടുത്ത് പിന്നെ എങ്ങനെ പാർക്കിംഗ് ഇല്ല റോഡിന്റെ സ്ഥലം ഞാൻ ഗവൺമെന്റ് എഞ്ചിനീയർമാര് ഒപ്പിട്ട് സീലടിച്ച പിന്നെ പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇയാൾ വന്നിട്ട് ഒരു 10 മണിയായപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇയാൾ പരാതി കൂടെ പെട്രോൾ ഒഴിക്കണത് ഓടി നടന്നിട്ട് ഒഴിക്കുകയാണ്. അതിൽ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും കത്തിയെടുത്ത് ഓഫീസിൻ്റെ മുന്നിൽ വന്നിട്ട് ജീവനക്കാരൻ നേരെ വീശുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ പാഞ്ഞൊന്ന് പിടിച്ച് ഞങ്ങൾ പിന്നെ 1-2 പേരും പിടിച്ച് കത്തി നല്ല മൂർച്ചയുള്ള കത്തി കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തോ അയാൾ ആ പെട്രോൾ ഒഴിച്ചതിൽ ചവിട്ടി വഴുക്കി വീണു. അതുകൊണ്ട് ഞങ്ങൾക്ക് പിടുത്തം കിട്ടി. അങ്ങനെ ഞങ്ങൾ പോലീസിനെ പേര് അറിയിച്ച് കൈമാറുകയാണ് ചെയ്തത്. നിങ്ങൾ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. എൻ്റെ കൈയൊക്കെ നോക്കുക, ആ കളറൊക്കെ ആണ് ഇതിവിടെ നിൽക്കുന്ന ആയതാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. വേറെ ഒരു വർത്താനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. രാവിലെ വന്ന അയാൾ പെട്രോൾ ഒഴിക്കുക, എന്തോ കാര്യമോ ഒന്നും ഒരു വർത്താനോ ഒന്നും എനിക്കറിയില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ജീവനക്കാരുടെ ലേഡീസ് സ്റ്റാഫും എല്ലാവരും ഉണ്ട്. അവരുടെ നേരെ കത്തി വീശാൻ ഞങ്ങളുടെ എല്ലാവരുടെ നേരത്തെ അതിൽ പോയി പിടിക്കുകയാണ് ചെയ്തത്. 10 മണിയായതുകൊണ്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതേസമയം തന്നെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത് കെട്ടിടത്തിന് നിലവിൽ അനുമതി നൽകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ, നിയമ പ്രശ്നങ്ങളുണ്ട്. പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ഒരു കെട്ടിടത്തിന് നൽകേണ്ട മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അത് ക്രമപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് അതിന് അനുമതി നൽകാതിരുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അപ്പോൾ രണ്ട് ഭാഗത്തും അവരുടേതായ കാരണങ്ങളും ന്യായങ്ങളുമുണ്ട്. പക്ഷേ അതിനുണ്ടായ ഒരു സാഹചര്യം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടി വരും. കാരണം ഒരു അപേക്ഷകന് പെട്രോളിൽ കന്നാസിൽ പെട്രോൾ നിറച്ച് ഇത്തരത്തിൽ അങ്ങോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയും അവിടെ എത്തി ജീവനക്കാർക്ക് നേരെ കത്തി വീശേണ്ടി വരുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്.